بسم الله الرحمن الرحيم ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. സൂറത്ത് അൻആമിലെ 122-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്തറിയോ? അള്ളാഹു പറയാണ്, തൗഹീദ് ഇല്ലാതെ കിടന്ന ഒരാള്, അങ്ങനെ അള്ളാഹു അയാൾക്ക് തൗഹീദ് നൽകി. ഖുർആനാ പറയുന്നത്. ആ കിട്ടിയ തൗഹീദായിട്ട് അയാൾ എന്ത് ചെയ്തു? വയംശി ബിഹി ഫിന്നാസ്, ജനങ്ങൾക്കിടയിൽ അയാൾ ചുറ്റി നടന്നു. വേറുള്ളോലോ ഓല് ഇരുട്ടത്തൊരു മൂലയെ ചടഞ്ഞിരുന്നു. അവനും സമാവോ? എന്നിട്ട് അള്ളാഹ് ആയത്ത് അവസാനിപ്പിക്കണോ? ആ ഇരുട്ടത്ത് മൂലയിൽ ഇരുന്നില്ലേ, ഞങ്ങളിതിലൊന്നുമില്ല, ഞങ്ങളും ഇഷ്ടം, ഞങ്ങളവിടെ പുറത്തുകൊണ്ടതിലൊന്നുമില്ല, ഞങ്ങളൊരു മൂലയിൽ ഇരുന്ന് കിതാബ് വായിക്കാറില്ലേ. ഓലെ പറ്റി അള്ളാഹ് പറഞ്ഞ എന്തറിയോ? ഓല് സ്വയം വിചാരിക്കുന്നത് ഞങ്ങളുടെ ഹിദായത്തിലാണ്. ഇത് ഖുർആനിലുള്ള സൂറത്ത് അൻആമിൽ 6-ാം അധ്യായം 122-ാമത്തെ വചനം. ശരിക്ക് കുറിച്ചു വെച്ച് അതിന്റെ തഫ്സീർ നോക്കും. വേറുള്ളോലോ ഓല് ഇരുട്ടത്തൊരു മൂലയെ ചടഞ്ഞിരുന്നു. അവനും സമാവോ? എന്നിട്ട് അള്ളാഹ് ആയത്ത് അവസാനിപ്പിക്കണോ? ആ ഇരുട്ടത്ത് മൂലയിൽ ഇരുന്നില്ലേ, ഞങ്ങളിതിലൊന്നുമില്ല, ഞങ്ങളും ഇഷ്ടം, ഞങ്ങളവിടെ പുറത്തുകൊണ്ടതിലൊന്നുമില്ല, ഞങ്ങളൊരു മൂലയിൽ ഇരുന്ന് കിതാബ് വായിക്കാറില്ലേ. ഓലെ പറ്റി അള്ളാഹ് പറഞ്ഞ എന്തറിയോ? ഓല് സ്വയം വിചാരിക്കുന്നത് ഞങ്ങളുടെ ഹിദായത്തിലാണ്. ഇത് ഖുർആനിലുള്ള സൂറത്ത് അൻആമിൽ 6-ാം അധ്യായം 122-ാമത്തെ വചനം. ശരിക്ക് കുറിച്ചു വെച്ച് അതിന്റെ തഫ്സീർ നോക്കും. أَوَمَنْ كَانَ مَيْتًا فَأَحْيَيْنَاهُ وَجَعَلْنَا لَهُ نُورًا يَمْشِي بِهِ فِي النَّاسِ كَمَنْ مَثَلُهُ فِي الظُّلُمَاتِ لَيْسَ بِخَارِجٍ مِنْهَا كَذَلِكَ زُيِّنَ لِلْكَافِرِينَ مَا كَانُوا يَعْمَلُونَ. ഖുർആനിലുള്ള സൂറത്ത് അൻആമിൽ 6-ാം അധ്യായം 122-ാമത്തെ വചനം. ശരിക്ക് കുറിച്ചു വെച്ച് അതിന്റെ തഫ്സീർ നോക്കും. രണ്ട് വിഭാഗം ആളുകളെ കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. ഒന്നാമത്തെ വിഭാഗം വഴികേടിലായിരുന്നതിനു ശേഷം അള്ളാഹു ഹിദായത്ത് നൽകുകയും ആ ഹിദായത്തുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്ത മുഅ്മിനീങ്ങളാകുന്നു. രണ്ടാമത്തെ വിഭാഗം വഴികേടിൽ തുടരുന്ന കാഫിറുകളാണ്. ആ വിഭാഗത്തെക്കുറിച്ച് ഷെയ്ഖ് നാസറുദ്ദീൻ സഅദി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നു. ഹുവ ഫിൽ ളുലുമാത്ത്, അയാൾ അന്ധകാരത്തിലാണ്. ഏതാണ് ആ അന്ധകാരം? ളുലുമാത്തിൽ ജഹ്ലി വൽ അഹ്യി, അജ്ഞതയുടെയും വഴികേടിന്റെയും അന്ധകാരമാണത്. വൽ കുഫ്രി വൽ മആസി, കുഫറിന്റെയും പാപത്തിന്റെയും അന്ധകാരമാണത്. ഇത് ഖുർആനിലുള്ള സൂറത്ത് അൻആമിൽ 6-ാം അധ്യായം 122-ാമത്തെ വചനം. ശരിക്ക് കുറിച്ചു വെച്ച് അതിന്റെ തഫ്സീർ നോക്കും. ഈ ആയത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികളാണ് എന്ന അഭിപ്രായവും ചില മുഫസ്സിരീങ്ങൾക്കുണ്ട്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നത് കാണുക. വസഅമ ബഅദുഹും, ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അന്നൽ മുറാദ ബിഹാദൽ മസൽ, അല്ലാഹു തആല ഇവിടെ ഉദാഹരിച്ചിരിക്കുന്നത് റജുലാനി മുഅയ്യനാനി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ രണ്ട് വ്യക്തികളെയാണ്. ഒന്നാമത്തെ വ്യക്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ലൊലാലത്താകുന്ന നിർജീവാവസ്ഥയിൽ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് അല്ലാഹു തആല ജീവൻ നൽകി. വജഅല ലഹു നൂറൻ, അദ്ദേഹത്തിന് അല്ലാഹു തആല പ്രകാശം നൽകി. യംശി ബിഹി ഫിന്നാസ്, ആ പ്രകാശവുമായി ജനങ്ങൾക്കിടയിൽ അദ്ദേഹം നടന്നു. രണ്ടാമത്തെ വ്യക്തി അബൂ ജഹൽ അംർ ഇബ്നു ഹിഷാം, അബൂ ജഹൽ ആകുന്നു.
ലഅനഹുല്ല, അല്ലാഹു അവനെ ശപിക്കട്ടെ. ശേഷം ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നു, വസ്സഹീഹു അന്നൽ ആയത്ത ആമ്മത്തുൻ, ഏറ്റവും പ്രബലമായ അഭിപ്രായ പ്രകാരം ഈ ആയത്ത് ഏതെങ്കിലും വ്യക്തികളിൽ പരിമിതമല്ല. യദ്ഖുലു ഫീഹാ കുല്ലു മുഅ്മിൻ വ കാഫിർ, കാഫിറും മുഅ്മിനീങ്ങളുമായ എല്ലാ വിഭാഗം ആളുകളും ഈ ആയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും. ഇത് ഖുർആനിലുള്ള സൂറത്ത് അൻആമിൽ 6-ാം അധ്യായം 122-ാമത്തെ വചനം ശരിക്ക് കുറിച്ചു വെച്ച് അതിന്റെ തഫ്സീർ നോക്കൂ. അല്ലാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: കസാലിക സുയ്യിന ലിൽ കാഫിരീന മാ കാനൂ യഅമലൂൻ. അങ്ങനെ കാഫിറുകൾക്ക് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭംഗിയായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ കാഫിറുകൾക്ക് ഭംഗിയായി തോന്നിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രവർത്തനമെന്ത് എന്നതിനെക്കുറിച്ച് ഇമാം ഖുർത്തുബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് ഐ മിനൽ കുഫ്രി വൽ മഅസിയ, അഥവാ കുഫറും മഅസിയത്തുമാകുന്നു അവർക്ക് ഭംഗിയായി തോന്നിക്കപ്പെട്ടിരിക്കുന്നത്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യുരീദു, അല്ലാഹു ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സയ്യന ലഹുമു ശൈത്വാനു ഇബാദത്തൽ അസ്നാം, പിശാജ് അവർക്ക് വിഗ്രഹാരാധന ഭംഗിയായി തോന്നിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ചുരുക്കം, കാഫിറുകളെക്കുറിച്ചുള്ള ഈ പരാമർശം എങ്ങനെയാണ് സലഫികളെക്കുറിച്ച് ആകുന്നത്? വല്ലാഹുൽ മുസ്തആൻ. വേറുള്ളോ ഓല് ഇരുട്ടത്തൊരു മൂലയെ ചടഞ്ഞിരുന്നു, അവനും സമാവോ, എന്നിട്ട് അള്ളാഹ് അവസാനിപ്പിക്കണോ? ആ ഇരുട്ടത്ത് മൂലയിൽ ഇരുന്നില്ലേ, ഞങ്ങൾ ഇതിലൊന്നുമില്ല, ഞങ്ങളും ഇഷ്ടം, ഞങ്ങളവിടെ പുറത്തു കൊണ്ടതിലൊന്നുമില്ല, ഞങ്ങളൊരു മൂലയിൽ ഇരുന്ന് കിതാബ് വായിക്കാറില്ലേ? ഓലെ പറ്റി അള്ളാഹ് പറഞ്ഞാൽ എന്താ അറിയോ? ഓല് സ്വയം വിചാരിക്കുന്നത് ഞങ്ങളുടെ ഹിദായത്തിലാണ്. ومن أظلم ممن افترى على الله كذبا أولئك يعرضون على ربهم ويقول الأشهاد هؤلاء الذين كذبوا على ربهم ألا لعنة الله على الظالمين.